നമസ്കാരം, കംഫ്രണ്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ കോവിഡിൻ്റെ 2ാം തരംഗം കാരണം മാറ്റി വെച്ചിരിക്കുകയാണ്. വൈകാതെ തന്നെ അതിൻ്റെ ഡേറ്റ് വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ അതിലുള്ളൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സൈബർ ലോസ്. അപ്പോൾ അതിൻ്റെ ലഘുവായിട്ടുള്ള കുറച്ചൊരു ടോപ്പിക്ക് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്നത്. കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രമേ ഇതിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇൻ്റർനെറ്റ്, അവസാനം സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോക്സ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സെക്ഷനാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാ മാന്യപ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ആദ്യമായിട്ട് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബബേജ്, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു ലേഡി അഗസ്റ്റ അഡ ലവ്ലേസ്. ഷീ ഈസ് കൺസിഡർഡ് ആസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ ദ വേൾഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് ഹാർഡ്വെയർ എന്താണെന്ന് നോക്കാം. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഡിവൈസസ്, അതായത് നമുക്ക് തൊട്ട് മനസ്സിലാക്കാനും കാണാൻ പറ്റുന്ന കമ്പ്യൂട്ടറിൻ്റെ ഡിവൈസസ്, ദാറ്റ് ഈസ് കോൾഡ് ബൈ ദ നെയിം ഈ ഹാർഡ്വെയർ. ഈ ഹാർഡ്വെയർ രണ്ടെണ്ണമുണ്ട്. ഒന്ന് ഇൻപുട്ടും രണ്ടാമത്തത് ഔട്ട്പുട്ട് ഡിവൈസസും. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ആ ഉപകരണങ്ങളെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് തരുന്ന ഡിവൈസസ്. നമ്മുടെ സിലബസിൽ പ്രധാനമായിട്ടും ഇൻപുട്ട് ഡിവൈസസ്, അതിൻ്റെ നെയിംസ് ആൻഡ് യൂസസ് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചില ഇൻപുട്ട് ഡിവൈസസ് നോക്കാം. സാധാരണ പരീക്ഷയ്ക്ക് കണ്ടുവരാറുള്ള ഇൻപുട്ട് ഡിവൈസസ് ഇത്രയുമാണ് സാധാരണ കണ്ടുവരാറുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്ന് കീബോർഡ്, മൗസ്, OMR, MICR, ജോയ്സ്റ്റിക് സ്കാനർ, ബാർകോഡ്, വെബ്കാം, ലൈറ്റ് പെൻ, OCR, ബയോമെട്രിക് ഡിവൈസസ്, വോയിസ് റെക്കഗ്നിഷൻ ഡിവൈസസ്, ട്രാക്ക് ബോൾ, ടച്ച് പാഡ്, സ്റ്റൈലസ്, ഫിംഗർ പ്രിൻറ്റ് റീഡർ, ഐറിസ് സ്കാനർ. ഇവിടെ നിന്ന് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇൻപുട്ട് ഡിവൈസ് ഏത്, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട യൂസസ്, അതായത് സെലക്റ്റഡ് ആയിട്ടുള്ള ചില ഇൻപുട്ട് ഡിവൈസസിൻ്റെ പ്രധാനപ്പെട്ട യൂസേജ് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. സോ നമുക്ക് ആ സെക്ഷനിലേക്ക് പോവാം. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഈ കാണുന്ന കീബോർഡ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് അറിയപ്പെടുന്നത് പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഓഫ് ദി കമ്പ്യൂട്ടർ. പ്രൈമറി ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസിന് മുമ്പിൽ ഒരു പ്രൈമറി ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പ്രാഥമിക കമ്പ്യൂട്ടർ ഇൻപുട്ട് ഡിവൈസ് എന്ന് മലയാളത്തിൽ പറയാം. കാരണം മലയാളത്തിലാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്, പ്രാഥമിക പരീക്ഷ. സോ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഓഫ് ദി കമ്പ്യൂട്ടറാണ് നമ്മുടെ ഈ കീബോർഡ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷോൾഡ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് കീസ് നമുക്ക് കാണാം. ഇതിൽ ഏറ്റവും ടോപ്പ് ലെഫ്റ്റിലായിട്ട് എസ്കേപ്പ് കീ ഉണ്ട്. ഏറ്റവും വലിയ കീ ആണ് ഇത് സ്പേസ് ബാർ ആണ്. കൂടാതെ ഇത് മൊത്തത്തിൽ ഒരു 104 മുതൽ 108 കീസ് വരെ ഉണ്ടാകും. ഇപ്പോഴത്തുള്ള കമ്പ്യൂട്ടറിലൊക്കെ 113 കീ വരെ ഉണ്ട്. നമ്മൾ PSC ആൻസർ കീ ആയിട്ട് കണ്ടിട്ടുള്ളത് ഈ റേഞ്ചിലാണ്, 104, 108. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ കീ സ്പേസ് ബാർ ആണ്. ടോപ്പ് ലെഫ്റ്റിൽ എസ്കേപ്പ് കീ ഉണ്ട്. പിന്നെ ഫങ്ഷണൽ കീസ് 12 ഉണ്ട്. അതായത് ഇവിടെ F1 to F12 വരെ 12 കീ കാണാം. ആ ഫങ്ഷണൽ എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് F. സോ ആ ഫങ്ഷണൽ കീസ് F1, F2, F3 എക്സെട്ര ടു F12 വരെ 12 ഫങ്ഷണൽ കീസ് ഉണ്ട്. ഫങ്ഷണലിൻ്റെ Fഉം പിന്നെ 1, 2, 3 അബ്രിവിയേഷനും, അങ്ങനെയായിട്ടാണ് നമ്മൾ ആ കീ ഈ കീബോർഡിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ മോഡിഫയർ കീസ് എന്ന് താഴെ കാണുന്ന ഈ കൺട്രോൾ, ആൾട്ട്, പിന്നെ ഒരു ഷിഫ്റ്റ് കീ ഇവിടെയാണ് കാണുന്നത്. ഇത് ഞെക്കിയിട്ടാണ് നമ്മൾ ഈ മുകളിൽ കാണുന്ന ഡോളർ സൈനൊക്കെ പെർസെൻറ്റേജ് സൈനൊക്കെ കമ്പ്യൂട്ടറിലേക്ക് വരുത്തിക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ബൈ ദ നെയിം മോഡിഫയർ കീസ്. മോഡിഫയർ കീസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ, ഷിഫ്റ്റ്, ആൾട്ട്. കൺട്രോൾ, ഷിഫ്റ്റ്, ആൾട്ട് കീസാണ് മോഡിഫയർ കീസ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഒന്നുകൂടി ഉണ്ട്, നമ്മുടെ ഈ ഭാഗത്ത് കാണപ്പെടുന്ന നമ്പർ ലോക്കും പിന്നെ ഒരു ക്യാപ്സ് ലോക്കും ഉണ്ട്. സോ ഇത് രണ്ടും അറിയപ്പെടുന്നതാണ് ടോഗിൾ കീസ്. ടോഗിൾ കീസ് എന്ന് പറഞ്ഞാൽ ക്യാപ്സ് ലോക്കും നമ്പർ ലോക്കുമാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഇൻപുട്ട് ഡിവൈസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി ഇൻപുട്ട് ഡിവൈസാണ്
ഈ പറഞ്ഞിരിക്കുന്ന കീബോർഡ്. കമ്പ്യൂട്ടറിൽ ഒരു ഇൻഫോർമേഷൻ കീബോർഡ് വഴി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കീബോർഡിൽ ഓരോ കട്ടയും ആവശ്യമുള്ള കട്ട കീസിൽ നമ്മൾ ഞെക്കുന്നതായിരിക്കും. സോ ഇതിന് നമ്മളൊരു കീ സ്ട്രോക്ക് എന്നാണ് പറയുന്നത്. ഇപ്പം സ്പേസ് ബാറാണ് ഞെക്കുന്നതെങ്കിൽ ഒരു കീ സ്ട്രോക്ക് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ സമയത്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഓരോ കീ സ്ട്രോക്കുകളും കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലുള്ള ബിറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ മെക്കാനിസത്തിന് വിളിക്കുന്ന പേരാണ് ആസ്കി. ആസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. അതായത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു കീബോർഡാണ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് കൺവേർഷൻ മെക്കാനിസം ഇൻ കീബോർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എ കീ സ്ട്രോക്ക് ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് ബിറ്റ് എന്ന് പറയാം. ഈ ആസ്കിയുടെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച്, അതാണ് ആസ്കി. ASCII. നമുക്ക് സൗകര്യത്തിന് വേണ്ടി ആസ്കി എന്ന് പറയുന്നതാണ്. ഇത് ഓരോ ലെറ്റർ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ നോർമലി ഇതിന് 7 ബിറ്റ് കോഡ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു 8 ബിറ്റ് ആസ്കിക്ക് 256 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. 256 എന്ന് പറയുമ്പോൾ 0 ഉൾപ്പെടെയാണ്. സോ 0 to 255 എന്ന് പറയാം. അപ്പോൾ ടോട്ടൽ 256 ക്യാരക്ടർ ഉണ്ടായിരിക്കും ഒരു 8 ബിറ്റ് ആസ്കിക്ക്. സോ ഇതൊന്ന് നിർബന്ധമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആസ്കി എന്താണെന്നുള്ളത്. എ സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എ കീ സ്ട്രോക്ക് ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് ബിറ്റ്, അല്ലെങ്കിൽ കൺവേർഷൻ മെക്കാനിസം ഇൻ കീബോർഡ്, അതാണ് ആസ്കി. ഇതിൻ്റെ ഫുൾ ഫോം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച് എന്നാണ്. ഫങ്ഷണൽ കീയുടെ പ്രധാന ധർമ്മങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് F1 ഹെൽപ്പ്, F2 റീനെയിം, F3 സെർച്ച്, F4 റിപ്പീറ്റ് ദ ലാസ്റ്റ് ആക്ഷൻ, F5 റീഫ്രഷ്, F7 സ്പെൽ ചെക്ക്, F11 ഫുൾ സ്ക്രീൻ ആൻഡ് F12 സേവ് ആസ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട യൂസസ് ഓഫ് ഫങ്ഷണൽ കീസ്. പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. F1 ഹെൽപ്പ്, F2 റീനെയിം, F3 സെർച്ച്, F4 റിപ്പീറ്റ് ദ ലാസ്റ്റ് ആക്ഷൻ, F5 റീഫ്രഷ്, F7 സ്പെൽ ചെക്ക്, F11 ഫുൾ സ്ക്രീൻ ആൻഡ് F12 സേവ് ആസ്. ഇതാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. അടുത്ത പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഡിവൈസാണ് മൗസ്. കണ്ടുപിടിച്ചത് ഡൗഗ്ലാസ് ഏഞ്ചൽബർട്ട് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് പോയിൻറ്റിംഗ് ഡിവൈസ്. കമ്പ്യൂട്ടറിലെ സ്റ്റാൻഡേർഡ് പോയിൻറ്റിംഗ് ഡിവൈസാണ് മൗസ്. നമുക്കറിയാം മൗസുകൾ പലതരത്തിലുണ്ട്. വയറുള്ള മൗസ് ഉണ്ട്, വയറില്ലാത്ത മൗസ് ഉണ്ട്. അപ്പോൾ വയറില്ലാത്ത മൗസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി IR വേവ്സ് ആണ്. കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ IR വേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്. പിന്നെ നമുക്കറിയാം മിക്കി, പരീക്ഷയ്ക്ക് ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മിക്കി എന്ന് പറഞ്ഞാൽ മൗസിൻ്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റാണ് മിക്കി. നമുക്കറിയാം മൗസ് എന്ന് പറഞ്ഞ എലിയാണ്. നമ്മുടെ വാൾട്ട് ഡിസ്നി കണ്ടുപിടിച്ച ആ എലിക്കുട്ടൻ മിക്കി മൗസ്. മിക്കി എന്ന് പറയുന്നത് മിക്കി മൗസ് വേഗത്തിൽ ഓടുന്നു, അപ്പോൾ സ്പീഡ് വരുന്നുണ്ടല്ലോ. സോ യൂണിറ്റ് ടു മെഷർ സ്പീഡ് ഓഫ് ദി മൗസ് ഈസ് മിക്കി. സോ എല്ലാം റിലേറ്റഡ് ആണ് ഒരു തരത്തിൽ. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ആലോചിച്ച് വെക്കാം. പിന്നെ നമുക്കറിയാം കമ്പ്യൂട്ടറിൽ നമ്മൾ മൗസ് ഉപയോഗിക്കുന്ന സമയത്ത് ആ സ്ക്രീനിലൊരു ആരോ ഹെഡ് ഇങ്ങനെ വരുന്നത് കാണും. സോ അതിന് നമ്മൾ കേഴ്സർ എന്നാണ് വിളിക്കുക. ഒരു ബ്ലിങ്കിങ് ഡിവൈസാണത്. പിന്നെ നമുക്ക് വയർ ഉള്ള മൗസ്, അതായത് നമ്മൾ LED ഈ ലൈറ്റാണ് അതിനകത്ത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഇതിനെ വിളിക്കുന്ന പേര് ഒപ്റ്റിക്കൽ മൗസ് എന്നാണ്. അപ്പോൾ LED ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പിറകിലായിട്ട് നമുക്ക് കാണാം ഒരു LED ഡിവൈസ് ഉണ്ട്, അത് കത്തിക്കൊണ്ടിരിക്കും. സോ ആ LED ആണ് നമ്മുടെ മൂവ്മെൻറ്റ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള വയറുള്ള മൗസിൽ ഉപയോഗിക്കുന്നത്. അതായത് ഒപ്റ്റിക്കൽ മൗസ് എന്നാണ് ഇതിൻ്റെ പേര്. സോ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്നുകൂടി നോക്കാം. മൗസ് കണ്ടുപിടിച്ചത് ഡൗഗ്ലാസ് ഏഞ്ചൽബർട്ടാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് പോയിൻറ്റിംഗ് ഡിവൈസാണ്. വയർലെസ് മൗസിൽ നമ്മൾ IR വേവ്സ് ആണ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ മിക്കിയാണ് നമ്മുടെ മൗസിൻ്റെ സ്പീഡ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ്, ഏകം എന്നൊക്കെ പറയാം. പിന്നെ ആ ബ്ലിങ്കിങ് ഡിവൈസിനെ കേഴ്സർ എന്ന് വിളിക്കും. പിന്നെ മൂവ്മെൻറ്റ് ഓഫ് മൗസ്, അതായത് ഇതേപോലെയുള്ള വയറുള്ള മൗസിൽ മൂവ്മെൻറ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് LED ഉപയോഗിച്ചിട്ടാണ്. ഇതിനെ വിളിക്കുന്ന പേര് ഒപ്റ്റിക്കൽ മൗസ് എന്നാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മൗസ് ഡെവലപ്പ് ചെയ്ത കമ്പനിയുടെ പേരാണ് സിറോസ് പാർക്ക്, PARC, ക്യാപിറ്റൽ ലെറ്ററിലാണുള്ളത്. സോ സിറോസ് പാർക്ക് എന്ന് പറയുന്ന കമ്പനിയാണ് മൗസ് കണ്ടുപിടിച്ചത്. ഓക്കെ, സോ അത് പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, കമ്പ്യൂട്ടർ മൗസ് ആദ്യമായിട്ട് മാർക്കറ്റിൽ എത്തിച്ച കമ്പനി ആപ്പിൾ ആണ്. സോ അതൊരു എക്സ്ട്രാ ഓർഡിനറി പോയിൻ്റാണ്, ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മുടെ ആദ്യത്തെ മൗസ്
മാർക്കറ്റിൽ എത്തിച്ചത്, വിപണിയിൽ എത്തിച്ചത്. നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. OMR നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സാധനമാണ് OMR. അതിൽ അബ്രിവിയേഷൻ പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ OMRൻ്റെ മുഴുവൻ രൂപം എന്ത് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഒപ്റ്റിക്കൽ മാർക്ക് വരെ കറക്റ്റ് ആയിരിക്കും. R എന്ന് പറയുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. റീഡർ വരാം, അല്ലെങ്കിൽ റെക്കഗ്നേഷൻ, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആക്ച്വലി ഈ Rൻ്റെ അബ്രിവിയേഷൻ റെക്കഗ്നേഷൻ എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നേഷനാണ് OMRൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ യൂസേജ് ഇൻ്റർപ്രറ്റ്സ് പെൻസിൽ മാർക്ക് യൂസ്ഡ് ഇൻ ഇവാലുവേഷൻ ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാം. കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മൾ OMR പെൻസിൽ കൊണ്ടോ പെന്ന് കൊണ്ടോ ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് OMR, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നേഷൻ ഡിവൈസ്. അതായത് ആ ആൻസർ ഷീറ്റ് നമ്മൾ ഈ ഡിവൈസിനുള്ളിലേക്ക് കടത്തി വിടുമ്പോഴാണ് അത് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്താണ് MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ. ബാങ്കിൽ നിന്നൊക്കെ കിട്ടുന്ന ചെക്കിൻ്റെ സൈഡിലായിട്ട് ഒരു കറുത്തിട്ടുള്ള ഒരു മാർക്ക്, ഒരു ബാർകോഡ് പോലെ നിങ്ങൾ കാണാം. അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് MICR ആണ് ഉപയോഗിക്കുന്നത്. അതാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ, യൂസ്ഡ് ഇൻ ബാങ്ക്സ് ഫോർ പ്രോസസ്സിംഗ് ചെക്സ്. ഇനി അടുത്തതാണ് ജോയ്സ്റ്റിക്ക്. അതൊരു ഗെയിമിംഗ് ഡിവൈസാണ്, നമുക്കറിയാം. അതേപോലെ തന്നെ സ്കാനർ, ഇത് ഹാർഡ് കോപ്പിയെ സോഫ്റ്റ് കോപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അതായത് നമുക്ക് സ്കാനറിൻ്റെ ഉള്ളിലേക്ക് ഒരു സർട്ടിഫിക്കറ്റോ ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്കാനർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സോഫ്റ്റ് കോപ്പി ആയിട്ട് മാറ്റും. പിന്നെ നമുക്കത് പ്രിൻ്റൊക്കെ എടുക്കാം. സോ നമുക്കറിയാം ഹാർഡ് കോപ്പി സോഫ്റ്റ് കോപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് സ്കാനർ ഉപയോഗിക്കുന്നത്. സോ ഇത്രയും ഡിവൈസ് OMR, MICR, ജോയ്സ്റ്റിക്ക്, സ്കാനർ, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. അടുത്ത ഇൻപുട്ട് ഡിവൈസസ് ആണ് ബാർകോഡ്. ബാർകോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഒരു നോട്ട്ബുക്ക് ആണെങ്കിൽ സൈഡിലൊക്കെ ഇങ്ങനെയുള്ള ചെറിയ നേർത്തതും അതുപോലെ തിക്കായിട്ടുള്ള ലൈൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും പ്രൊഡക്ട്സിൻ്റെ ബാക്ക് സൈഡിലൊക്കെ. സോ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ഇൻഫർമേഷൻ ലഭിക്കും. സോ അതാണ് ബാർകോഡ്, ന്യൂമറിക് കോഡ്സ് റെപ്രസെൻറ്റഡ് ബൈ ലൈൻസ്. സോ അടുത്തതാണ് വെബ്കാം. വെബ്കാം നമുക്കറിയാം ഒരു സ്മോൾ ക്യാമറയാണ്, ലാപ്ടോപ്പിലൊക്കെ ഉണ്ടാകുക, വീഡിയോ കോൺഫറൻസിനൊക്കെയാണ് സാധാരണ ഇത് ഉപയോഗിക്കാറുള്ളത്. അതേപോലെ തന്നെ ലൈറ്റ് പെൻ, അതായത് പെൻ ഷേപ്പ്ഡ് ഡിവൈസാണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഡിറ്റക്റ്റ് ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. നെക്സ്റ്റ് OCR, ഇതിൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെക്കുക, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ, അതാണ് OCR. ഇത് ഒരു സ്കാൻഡ് ഇമേജിനെ യൂസബിൾ വേർഡ് പ്രോസസ്സിംഗ് ഫോർമാറ്റിലേക്ക് മാറ്റാനാണ് സാധാരണ OCR ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെക്കുക. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഹാർഡ്വെയർ, അതിലുള്ള ഇൻപുട്ട് ഡിവൈസസും അതിൻ്റെ യൂസസുമാണ് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. ഇനി ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവസാന സെക്ഷനിൽ പറയാമെന്ന്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. നമ്മൾ കമ്പ്യൂട്ടർ എന്ന വാക്ക് ഉടലെടുത്തത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ആ വാക്ക് കമ്പ്യൂട്ടസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറെ, കണക്ക് കൂട്ടാനുള്ള ഉപകരണം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇനി നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബബേജ് ആണ്. അദ്ദേഹം 2 കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന് ഡിഫറൻസ് എഞ്ചിനും 2 അനലിറ്റിക്കൽ എഞ്ചിനും. ഈ അനലിറ്റിക്കൽ എഞ്ചിൻ ആണ് ബബേജ് ഫോളി എന്നറിയപ്പെടുന്നത്. അതായത് ഈ അനലിറ്റിക്കൽ എഞ്ചിൻ അദ്ദേഹം കണ്ടുപിടിച്ച സമയത്ത് ഇത് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഉപകരണം വർക്ക് ചെയ്തില്ല ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത്. അങ്ങനെ കിട്ടിയവരാണ് ബബേജ് ഫോളി. ഇനി ഇദ്ദേഹം എഴുതിയ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് എ പാസേജ് ഫ്രം എ ലൈഫ് ഓഫ് എ ഫിലോസഫർ. അപ്പോൾ ഈ പുസ്തകം എ പാസേജ് ഫ്രം എ ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്ന പുസ്തകം ചാൾസ് ബബേജിൻ്റേതാണ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ചാൾസ് ബബേജിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്നു അഗസ്റ്റ അഡ ലവ്ലേസ്. അപ്പോൾ ഷീ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ് അഗസ്റ്റ അഡ ലവ്ലേസ്. അവർ നമ്മുടെ ചാൾസ് ബബേജിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഇനി ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് അബാക്കസ് ആണ്. ചൈന 2500 അബാക്കസ് കണ്ടുപിടിച്ചു. എന്നാൽ അബാക്കസ് എന്ന അല്ല അത് ചൈനയിൽ അറിയപ്പെട്ടത്. അബാക്കസ് എന്നല്ല അത് ചൈനയിൽ അറിയപ്പെട്ടത്, സുവാൻ പെൻ എന്ന പേരിലാണ്. അപ്പോൾ അബാക്കസ് ചൈനയിൽ അറിയപ്പെട്ടത് സുവാൻ പെൻ എന്നാണ്, ലോകത്തിൽ അറിയപ്പെട്ടത് അബാക്കസ് എന്ന പേരിൽ. 2500 ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് ഡിവൈസായ അബാക്കസ് ചൈന കണ്ടുപിടിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ
യുഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടേണ്ട ഒരു പേരാണ് ENIAC, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നാണ് ഫുൾ ഫോം. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ, അതാണ് ENIAC എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെട്ടത്. ഇതാണ് ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഇൻ ദ വേൾഡ്, ENIAC. ഇതിനെ യൂണിവാക് എന്നും അറിയപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ചത് ജോൺ പ്രസ്പർ എക്കേർട്ട് ആൻഡ് ജോൺ മൗച്ച്ലി എന്ന് പറയുന്ന 2 ആൾക്കാരാണ് ഇത് കണ്ടുപിടിച്ചത്. പിന്നെ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 1960-ലാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ടിഫ്രാക്ക് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടർ, ഇന്ത്യയുടെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. ഇത് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ്. ടിഫ്രാക്ക് ഈസ് ദ കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ഇൻ 1960 ബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. സോ ഫ്രണ്ട്സ്, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ കടന്നു ചെന്നിരിക്കുകയാണ്. ഇനിയും നമുക്ക് എടുക്കാനുണ്ട്. സോ തൽക്കാലം നമ്മളിത് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ് വൈകാതെ തന്നെ ഉണ്ടാവും. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻപുട്ട് ഡിവൈസസും പിന്നെ കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകളുമാണ്. സോ കീപ് വാച്ചിങ് ആൻഡ് വി വിൽ മീറ്റ് വിത്ത് ദ നെക്സ്റ്റ് പാർട്ട് സൂൺ. താങ്ക് യു വെരി മച്ച്.